നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടൊരു ആരോഗ്യപരമായിട്ടൊരു മത്സരം വെച്ചാലോ? എത്രത്തോളം കോപം വരാനുള്ളൊരു സാഹചര്യം നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാക്കിയാൽ ക്ഷമയോടെ അതിനെ ബുദ്ധിപരമായിട്ട് വിവേകപരമായിട്ട് ആ പ്രശ്നങ്ങളെ ആ കോപത്തെ ഇല്ലാതാക്കി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ നല്ല മാറ്റത്തിലേക്ക് നമുക്ക് പോയാലോ? കുട്ടികൾ നമ്മളെ അവരുടെ കുസൃതികൾ കാരണം അവർക്ക് നമുക്കും കോപം അല്ലെങ്കിൽ വഴക്കുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്മമാർ മാത്രമല്ല, മാതാപിതാക്കളും മുതിർന്നവരും നമ്മുടെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയില്ല എന്നൊരു തീരുമാനമെടുക്കുക. പോസിറ്റീവായിട്ടുള്ളൊരു കറക്ഷൻ മതി, തിരുത്തലുകൾ മതി. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം വാക്കുകൾ ഉയർത്തിയാൽ മതി. അപ്പോൾ നമ്മുടെ വാക്കിന് വില. അവിടെയും ഹാർഷായിട്ടുള്ള വാക്കുകൾ വേണ്ട, സോഫ്റ്റ് ടോൺ മതി. ഒരു വാക്ക് മതി, അത് കുറുക്കിക്കൊള്ളുന്നതായിരിക്കണം. അങ്ങ് അധികമാകുമ്പോൾ മാത്രം നമ്മുടെ ഒരു നോട്ടം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറണം. പണിഷ്മെൻറ്റും ഉറക്കെയുള്ള ശബ്ദങ്ങളും വഴക്കുകളും മറ്റുള്ളവർ കേൾക്കുമെന്നുള്ള നാണക്കേട് മാത്രം ഭയന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വരുതിയിൽ നിൽക്കുന്ന പ്രായം വരെ നമ്മളെ അനുസരിക്കുന്നത്. നമ്മുടെ വരുതി വിട്ടു പോകുന്നൊരു പ്രായത്തിൽ അവർ നമ്മളെ അനുസരിക്കില്ല. പിന്നീട് മറ്റുള്ളവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരിക്കാതെ വന്നാൽ, നമ്മളെ നോക്കാതെ വന്നാൽ നാണക്കേടുണ്ടാകും. നമ്മൾ കരുതി നമ്മളും അവരെ സഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. അണ്ടർസ്റ്റാൻഡിങ് ചെറുപ്പം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി അവരുടെ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഫോണൊക്കെ മാറ്റി വെച്ച് കുട്ടികൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ടി വിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ രണ്ട് കണ്ണുകളും അവരെ ശ്രദ്ധിച്ചാൽ അവർ മിടുക്കന്മാരാണ്, അവർ സമർത്ഥന്മാരാണ്, അവർ മറ്റു കൂട്ടുകെട്ടുകളിലോ ലഹരിയിലേക്കോ പോകില്ല. ഇപ്പോൾ കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഭാവിയിലുള്ള ഒരുപാട് നമ്മുടെ വിഷമങ്ങളിലേക്ക് മാറും. അവർ നമ്മളെക്കാക്കും നമ്മുടെ സമൂഹത്തെക്കാക്കും അവർക്ക് തന്നെ ഏറ്റവും സന്തോഷമുള്ള കുട്ടികളായി മാറും. പ്രത്യേകം ഓർക്കുക, നമ്മളുടെ വികാരങ്ങൾ, നമ്മളുടെ കോപം എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ്. അതിൻ്റെ റിസൾട്ടോ പശ്ചാത്തപിക്കേണ്ടി വരും. നമ്മുടെ കഴിവില്ലായ്മ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം നമുക്ക് പ്രവൃത്തിയിൽ സാധിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉയർന്ന ശബ്ദം ഉയർത്തിയല്ല നമ്മളത് സാധിച്ചെടുക്കുന്നു. അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് വിശകലനം ചെയ്ത് പിന്നെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലും ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. അത് ആരോഗ്യപരമായ രീതി. അതും ഇതും രണ്ടാണ്. കുഞ്ഞുങ്ങളെ പണിഷ്മെൻറ്റ് വേണ്ട, പണിഷ്മെൻറ്റ് ഫിയറും നമ്മളുമായിട്ടുള്ള സ്നേഹം മുറിഞ്ഞു പോകും. കുഞ്ഞുങ്ങളെ അണ്ടർസ്റ്റാൻഡിങ്, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു കറക്ഷനിലൂടെ, കറക്ഷൻ എന്ന് പറയേണ്ട